എല്ലാവർക്കും നമസ്കാരം. 26/4/2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ ഏതൊരു മണ്ഡലത്തെക്കാളും സവിശേഷമായ ശ്രദ്ധ പിടിച്ചുപറ്റിയ, ലോകത്തിലെ മലയാളികളെല്ലാം ആകാംക്ഷാപൂർവം കാത്തിരുന്ന തൃശ്ശൂരിലെയും തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുകയാണല്ലോ. വാശിയേറിയ മത്സരം നടന്ന തൃശ്ശൂരിൽ ശ്രീ സുരേഷ് ഗോപി വിജയിക്കുമെന്ന് കഴിഞ്ഞ മാസം ഏപ്രിൽ 15 തന്നെ ദി ന്യൂമറോളജി ഗൈഡ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പ്രവചിച്ചിരുന്നതാണ്. അവിടെ മത്സരിച്ച കെ മുരളീധരൻ്റെയും സുനിൽകുമാറിൻ്റെയും സുരേഷ് ഗോപിയുടെയും പേരും ജനനത്തീയതിയും കപാല ന്യൂമറോളജിയിലൂടെ വിശകലനം ചെയ്താണ് സുരേഷ് ഗോപി തീർച്ചയായും വിജയിക്കുമെന്ന് കണ്ടെത്തിയത്. എന്നാൽ ഈ കപാല ന്യൂമറോളജി എന്ന് പറയുന്നത് എന്താണ് എന്ന് പലർക്കും അറിയില്ല. മലയാളികൾക്ക് ഏറെ പരിചിതമല്ലാത്ത ഒന്നാണ് ഇത്. കപാല ന്യൂമറോളജി എന്ന് പറയുന്നത് കപാലയുടെ തന്നെ ഒരു വിഭാഗമാണ്. കുറേ വ്യത്യസ്തങ്ങളായ ശാസ്ത്രങ്ങളുടെ ഒരു സങ്കലനമാണ് കപാല എന്ന് പറയുന്നത്. പരമമായ സത്യത്തെ, ഈശ്വരനെ പിന്തുടരാനുള്ള ഒരു മാർഗമാണ് ഇത്. യഥാർത്ഥത്തിൽ എല്ലാ ലോകമതങ്ങൾക്കും മുൻപാണ് കപാലയുടെ ഉൽപ്പത്തി എന്ന് കാണാം. പ്രാചീന കാലത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഭാരതത്തിലും നിലവിലുണ്ടായിരുന്ന കപാല ഇപ്പോഴും ഏറെക്കുറെ അമേരിക്കക്കാരും യൂറോപ്യൻസും ജൂതരുമെല്ലാം ഫോളോ ചെയ്ത് വരുന്നുണ്ട്. സാധാരണയായി സംഖ്യാശാസ്ത്രത്തിൽ സംഖ്യകളെ നവഗ്രഹങ്ങളുമായി താരതമ്യം ചെയ്താണ് ഒരു വ്യക്തിയുടെ ജീവിത ഫലങ്ങൾ പറയുന്നത്. എന്നാൽ കപാല സംഖ്യാശാസ്ത്രത്തിൽ ഓരോ സംഖ്യകളുടെയും ആർക്കിടൈപ്പൽ ചിഹ്നങ്ങൾ നോക്കിയാണ് പ്രവചനങ്ങൾ പറയുന്നത്. 1 മുതൽ 99 വരെയുള്ള സംഖ്യകൾക്കും ചിഹ്നങ്ങളുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ ജനനഫലങ്ങൾ പറയുന്നതിന് ആ വ്യക്തിയുടെ ജനനത്തീയതിയും പേരുമാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ശാസ്ത്രത്തിൽ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും പരിഗണിക്കുന്നില്ല. ജനനത്തീയതി, മാസസംഖ്യ, വർഷസംഖ്യ എന്നിവയെ ക്രമത്തിലെഴുതി കണക്കുകൂട്ടി ഒരു വ്യക്തിയുടെ ജനന മുഹൂർത്ത ജീവസംഖ്യ കണ്ടെത്തുന്നു. ഇതാണ് ഒരാൾ ജനിക്കുമ്പോൾ കൊണ്ടുവന്ന ജീവൻ്റെ മർമ്മപ്രധാനമായ ജീവസംഖ്യ അഥവാ ലൈഫ് നമ്പർ എന്ന് പറയുന്നത്. ഉദാഹരണമായി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ലൈഫ് നമ്പർ എത്രയാണെന്ന് നോക്കാം. 20/6/1958 ആണ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ശ്രീമതി മുർമുവിൻ്റെ ലൈഫ് നമ്പർ 94 എന്ന് കിട്ടുന്നു. വ്യക്തിയെ ഏത് രംഗത്തുകൂടെയെങ്കിലും സിംഹാസനത്തിലെത്തിക്കുന്ന ഈ സംയുക്ത സംഖ്യയുടെ കപാല ചിഹ്നം സിംഹാസനത്തിലിരിക്കുന്ന രാജാവിനെയാണ് ചിത്രീകരിക്കുന്നത്. അത്യന്തം ഭാഗ്യപ്രദമായ കപാല ജീവസംഖ്യകളിൽ ഒന്നാണിത്. ഇതേപോലെ ജനന മുഹൂർത്ത ജീവസംഖ്യയും പേരിലെ ജീവസംഖ്യയും കണക്കിലെടുത്താണ് ഒരാളുടെ ജനന ഫലങ്ങൾ പറയുന്നത്. വ്യക്തിയുടെ ജനന മുഹൂർത്ത ലൈഫ് നമ്പർ കണ്ടെത്തിക്കഴിഞ്ഞാൽ ജനന വർഷത്തെ ഒരു പ്രത്യേക രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് യോഗകർമ്മ രാശികളായി തിരിച്ച് ഓരോ വ്യക്തിക്കും ഓരോ കാലഘട്ടങ്ങളിലും എന്തെന്തൊക്കെ സംഭവിക്കുമെന്ന് ഈ ഒരു ശാസ്ത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴത്തെ സമയം അനുകൂലമാണോ, പഠനം, ജോലി, വിവാഹം, ബിസിനസ് എങ്ങനെ, എപ്പോൾ എന്നെല്ലാം ഇതിലൂടെ അറിയാൻ സാധിക്കും. മാത്രമല്ല, നമ്മൾ ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് അതിലൂടെ ഒരു വിധി വന്നു ചേരുന്നു എന്ന് ഈ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. വിവാഹത്തീയതി, കുട്ടികൾ ജനിക്കുന്ന മുഹൂർത്തം, വീട്ടിൽ കൂടുന്ന ദിവസം, ബിസിനസ് തുടങ്ങുന്ന ദിവസം തുടങ്ങിയ പ്രധാന സംഗതികൾ ചെയ്യുന്ന ദിവസത്തിൻ്റെ തീയതിയുടെ ജീവസംഖ്യ ലക്കി നമ്പറായി വരുന്ന രീതിയിൽ തിരഞ്ഞെടുത്താൽ ജീവിത വിജയം കരഗതമാക്കാൻ സാധിക്കുമെന്നാണ് കപാല ശാസ്ത്രം പറയുന്നത്. അതേപോലെ ജനിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ജീവസംഖ്യ ഒരു ഭാഗ്യസംഖ്യയിലാണ് വരുന്നതെങ്കിൽ അതുമായി പൊരുത്തപ്പെടുന്നതാവണം നമ്മുടെ വാഹന നമ്പർ, മൊബൈൽ നമ്പർ തുടങ്ങിയ നമ്പറുകളെല്ലാം തന്നെ. എല്ലാറ്റിലും ആവർത്തന ചലനം വരണം. മറിച്ച് ഒരു മോശം ലൈഫ് നമ്പർ ജനനത്തിലും അപ്രകാരം തന്നെ വാഹന നമ്പറിലും റിപ്പീറ്റേഷൻ വന്നാൽ അത് ആ വ്യക്തിക്ക് വലിയ ആപത്തായി വരുമെന്നാണ് കണ്ടിട്ടുള്ളത്. കൂടാതെ കപാല സംഖ്യാശാസ്ത്രത്തിൽ ഒരു പേരിന് വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. കാരണം പേരിലൂടെയുള്ള വിധിയും നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. അതിനാൽ വ്യക്തിയുടെയോ ഭവനത്തിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ പ്രോഡക്റ്റിൻ്റെയോ ഏതായിരുന്നാലും പേരിലെ ജീവസംഖ്യ ഭാഗ്യചിഹ്ന സംഖ്യയിൽ, അതായത് ലക്കി നമ്പറായിട്ട് തന്നെ വരേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ ദൈവീക ചലനശക്തിയുള്ള ഓങ്കാര സ്വരൂപങ്ങളായ അക്കങ്ങളെ പേരുകളിലും പ്രധാന സന്ദർഭങ്ങളിലും വിവേകപൂർവം ഉപയോഗിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ നന്മയിലേക്ക് നയിക്കുമെന്നത് തീർച്ചയാണ്. എന്തുകൊണ്ടെന്നാൽ പ്രപഞ്ചശാസ്ത്രത്തിൻ്റെ അക്ഷരസംഖ്യാ ദർശനമാണ് കപാല. ഇത്രയും സമയം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുമല്ലോ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നമസ്കാരം. കപാല ന്യൂമറോളജിസ്റ്റ് വട്ടൂരപ്പറമ്പിൽ ബാലകൃഷ്ണൻ.